ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പായി, ഇന്നത്തെ എവിക്ഷൻ ഉണ്ടാവുമെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. അതിൽ എവിക്ഷനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എവിക്ഷൻ ലിസ്റ്റിലുള്ള ആൾക്കാർ ഇവിടെ വരിക. അപ്പോൾ അവിടെ ഒരു പസിൽ കൊടുത്തിട്ടുണ്ടാവും. ആ ഫോട്ടോ ഫുൾഫില്ല് ചെയ്യാത്ത ആൾ ആരാണ് അവർ ഔട്ടാവുന്നതാണ്. ഇന്നലെ ശരണയ്ക്ക് കൊടുത്ത പോലത്തെ, ഇന്നലെ ശരണയ്ക്ക് പേര് ലെറ്റർ കൊടുത്തത് ഇന്ന് അവരുടെ ഫോട്ടോ ആണ്. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ശ്രീരേഖ തന്നെയായിരിക്കും ഈ വീക്കിൽ ഔട്ടാകാൻ ചാൻസ് അല്ല, ഔട്ടായി കഴിഞ്ഞ് എന്തായാലും ഈ ഇന്നത്തെ എപ്പിസോഡ് ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഓൾറെഡി പറഞ്ഞ് ഇന്ന് രാവിലെ തന്നെ കൺഫേം ആയതാണ് ശ്രീരേഖ. ഇപ്പോൾ ഇന്ന് പ്രൊമോ കൂടി വന്നുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു പ്രാവശ്യം കൊണ്ട് ഇട്ട് പറഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ ശ്രീരേഖനെ ഔട്ടായത് എനിക്കങ്ങനെ അൺഫെയർ ആയിട്ടൊന്നുമില്ല, ഫെയർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ശ്രീരേഖ ടാസ്ക് വൈസോ ഒരു ഇതിലൊന്നും വലിയ ഇമ്പാക്റ്റൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, ശ്രീരേഖയ്ക്ക് ഇച്ചിരി കൂടി നല്ല ഉണ്ടാക്കാനും കുറച്ചും കൂടി പെർഫോം ചെയ്യാൻ പറ്റുന്നത് സ്കിറ്റ്, ഡാൻസ്, എൻ്റർടൈൻമെൻറ്റ് അതിലൊക്കെയാണ് കൂടുതൽ പെർഫോം ചെയ്തിട്ടത്. അല്ലാണ്ട് ഒരു ബി മെറ്റീരിയൽ എന്ന് പറയാനായിട്ട് ശ്രീരേഖയ്ക്ക് ഇതുവരെയായിട്ട് സാധിച്ചിട്ടില്ല. ടാസ്ക് വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ഫൈറ്റ് വൈസ് ആണെങ്കിലും എന്തെങ്കിലും പറയാനാണെങ്കിലും എല്ലാ രീതിയിലാണെങ്കിലും ശ്രീരേഖയ്ക്ക് അധികം വലിയ തന്നില്ല. ഈ ശ്രീരേഖനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് കളിച്ച ആൾ ശരണ്യായിരുന്നു. വെച്ചാൽ ഈ ടാസ്ക് വൈസും പെർഫോമൻസ് കുറച്ചും കൂടി സംസാരിക്കുകയാണെങ്കിലും ഫൈറ്റിലാണെങ്കിലും എല്ലാം കൂടുതലും കുറച്ചും കൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് ശരണ്യനെയാണ്. ശ്രീരേഖ അതിലും അത്രയും ഇതില്ല എനിക്ക്. ഈ സായി വന്നപ്പോൾ പറഞ്ഞ ഒരു വീട്ടമ്മ ആ രീതിയിലാണ് കൂടുതൽ വന്നത്. ടാസ്കിലൊന്നും വലിയ ഇമ്പാക്റ്റൊന്നും കാണിക്കില്ല പുള്ളിക്കാരി. അത് ഇപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു സ്കിറ്റ് ഒരു അങ്ങനത്തെ ഐറ്റംസൊക്കെ കൊടുത്താൽ നന്ന പെർഫോം ചെയ്യും. അവിടുത്തെ ആൾക്കാർ ചെയ്യണേക്കാൾ ഡബിൾ ഇരട്ടി ആൾക്കാർ നന്നായിട്ട് ഇമ്പാക്റ്റ് പുള്ളിക്കാർ ചെയ്യും. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ടാസ്കിലും പക്ഷേ ബിഗ് ബോസിൽ വേണ്ടത് ടാസ്ക് വൈസ് ആണെങ്കിലും എല്ലാ വയസ്സിലും ഒത്തൊരുങ്ങിയ ഒരാളെ ബി മെറ്റീരിയൽ. പക്ഷേ അങ്ങനത്തെ ആൾക്കാരെ വേണ്ട. പക്ഷേ ഇതിൽ പുള്ളിക്കാർ പറ്റിയില്ല. അതുകൊണ്ട് അൺഫെയർ ആയിട്ടുള്ള വിഷയമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, ഫെയർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ശരിക്കും പോവേണ്ട ആളാണോ, അല്ലെങ്കിൽ വീട്ടിനകത്ത് നിൽക്കേണ്ട ആളാണോ, ടോപ്പ് 5 വരേണ്ട ആളാണോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം.